ഹലോ ജീന, ടോണിയോട് എൻ്റെ ക്യാബിനോട് വരാൻ പറഞ്ഞേ. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഓക്കെ സാർ. വിസ്മയ, ടോണി സാറ് വിളിക്കണ്ടെന്ന് പറയൂ. ടോണി. കേട്ടു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. ഇവിടെ താനൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നേ? താൻ എന്തുകൊണ്ടാക്കുവാ? വൈകിട്ട് വൈകി ഞാനാ കഴിക്കുന്നത്. പട്ടിനെ കളഞ്ഞിട്ട് പോടോ. അവൾ എന്തോടോ അത് കാണിച്ചു വെച്ചേക്കുന്നേ? ഒരു മര്യാദയൊക്കെ ഉണ്ട് കേട്ടോ. വർദ്ധമാരെ ഇറങ്ങിക്കോളൂ, ഇറങ്ങിപ്പോടോ. ജീന, ചടിക്കാൻ പോ. ഗൈസ്, ചടിക്കാൻ പോ. ഇന്ന് എൻ്റെ ട്രീറ്റ് വാ. ഞാൻ ഇല്ലടാ, എനിക്ക് വർക്കുണ്ട്. പിന്നെ ഒരു വർക്ക്. നിങ്ങൾ വന്നേ ഇങ്ങോട്ട്. എല്ലാവർക്കും വർക്കുള്ളല്ലേ, നിങ്ങൾ വന്നേ. വാ വാ വിസ്മയ വാ. ജീന, നാളെ ഉണ്ടാവില്ലേ? അല്ല, ഞാൻ കുറെ നേരം ശ്രദ്ധിക്കുന്നു. നിങ്ങൾ എന്താ ഉണ്ടായിരിക്കുന്നത്? അതറിഞ്ഞില്ലേ, രണ്ടാളും പിണങ്ങിയിരിക്കുക. 2 ദിവസമായി. ഇവരും പിണങ്ങിയിരിക്കണ? ഇവര് ചക്കര അടയം പോലെ ഇടുന്നല്ലോ. ഇവരെന്ത് പറ്റി പെട്ടെന്നൊരു വഴക്കൊക്കെ? എന്താ കാര്യം? കാര്യം പറ. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഇനി ഇത് പറഞ്ഞാലേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നീ കാര്യം സോൾവ് ആക്കാം. പറ, ഇനി പറയാന്ന്. കുറച്ച് സമാധാനം തരും. ഒന്നും മിണ്ടാതിരിക്കുക അവിടെ. ഓ, ഇപ്പൊ നമ്മൾ ചോദിച്ചപ്പോ നമ്മ സമാധാനം തരാത്ത ആൾക്കാരെ. ഞാൻ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തരുന്നതാ, നിനക്ക് ഇവിടെ കമ്പനിയൊക്കെ വിടാൻ പാടില്ലേ? എപ്പോൾ നോക്കിയാലും സ്വന്തം കാര്യം മാത്രം. ഇതുമാതിരി വൃത്തിയായിട്ട് തോന്നും അല്ലേ? എടാ ഇവിടെ ഞങ്ങൾ പല പ്രശ്നവും കാണും. ചിലപ്പോൾ മിണ്ടിയില്ലാന്നും വരും. എന്ന് പറഞ്ഞാൽ അവിടെ കുറ്റം പറഞ്ഞാൽ എൻ്റെ അടുത്തോട് വന്നോണ്ടല്ലോ. എടാ, നമ്മൾ തമ്മിൽ എപ്പോഴും വഴക്കായാൽ 2 ദിവസം അതിൽ കൂടുതൽ പോകരുത്. ഇനി കെട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യരുത്. ഇല്ല. നമുക്ക് ചായ കുടിക്കാൻ പോയല്ലോ. എനിക്ക് ചായ കുടിക്കണ്ട. ബാ, എനിക്ക് കുടിക്കണം. പോയല്ലോ. ദിലീപായിട്ട് പോകുന്ന ആൾക്കാർ ഇപ്പോൾ ദിലീപിനെ കായ്മതിനെ പോലെ പോകണമെന്നല്ല. ബാ. ക്യാബിൽ എന്തായാലും സാറായിട്ട് പ്രശ്നം. as usual.